കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. പങ്കാമ ഇന്ന് പ്രസംഗിച്ച പ്രസംഗം ഗംഭീരായി. ആൾക്കാരുണ്ടല്ലോ എണിറ്റ് അങ്ങോട്ട് കൈയടിക്കുക. എന്നിട്ട് അമ്പിളിക്ക് വിളിക്കുമ്പോ അങ്ങനല്ലല്ലോ പറഞ്ഞേ. ആര്? അമ്പിളിക്ക. എന്താ പറഞ്ഞേ? എന്താടി പറഞ്ഞേ? പങ്കാമൻ അവിടെ ഒറ്റയ്ക്ക് നിന്നൊരു പ്രസംഗിക്കുന്നുണ്ട്. റഹീമിക്കയും ഗോപേട്ടനും മാത്രമേ ഉള്ളായിരുന്നു കേൾക്കാനൊന്ന്. ആ ഒരു കുമ്പിളിക്ക. അല്ലെങ്കിലും എന്നെ എങ്ങനെ അംഗീകരിക്കാത്ത ഒരുത്താൻ ഈ കുമ്പിളിയുടെ മാതിരി വേറെ ഇല്ല. അയ്യാ, ഇത് സത്യമായിരിക്കും. അമ്പിളേട്ടൻ പറഞ്ഞെങ്കിൽ അത് സത്യമായിരിക്കും. സത്യമാണെങ്കിൽ ആയിക്കോട്ടെ, നീ പോയി അന്വേഷിച്ചു. ഞാൻ എന്തായാലും അന്വേഷിക്കണ്ട്, അറിയണല്ലോ. നല്ല പ്രസംഗം. ചുമ്മാ കൊള്ളൂല്ലായിരുന്നു. ആ കൊള്ളൂല്ലായിരുന്നെങ്കിൽ നന്നായുള്ളൂ. അല്ല പിന്നെ അതാ ആനന്ദം വരണം. എന്താ ഈ സമയത്ത്? എന്താണ് ഈ സമയത്ത് വന്നൂടെ? എന്താ ഇത്ര നേരത്തെ? ഏയ് അവൻ കോൺഫറൻസ് കഴിഞ്ഞിട്ട് വരല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു എന്താ കോൺഫറൻസ്? ചെറിയ കോൺഫറൻസ് ഒക്കെ എന്ത് പറയണോ? ചെറിയ കോൺഫറൻസാ? അല്ല, അവരുടെ മീറ്റിംഗ് കഴിഞ്ഞാൽ ചെറിയ ചെറിയ മീറ്റിങ്ങുകൾ വേറെ ഉണ്ടേ. അല്ല അനന്തേട്ടാ, കുറച്ചു ദിവസം മുമ്പല്ലേ കോൺഫറൻസിന് പോയത്? ഓ കുമാരേച്ചിക്ക് എന്താണ്ട കാര്യമൊക്കെ കൃത്യമായിട്ട് അറിയാലോ. ഇത് പൊട്ടി. മന്ത്ലി കോൺഫറൻസ് ഒരു വട്ടല്ലേ ഉണ്ടാവുള്ളൂ മാസത്തില്. അത് അങ്ങനല്ല, ഇത് സാധനങ്ങൾ തീരുമ്പോ ഒരു കോൺഫറൻസ് അങ്ങോട്ട് തുടങ്ങാം. എന്നോടൊന്നും പറഞ്ഞിട്ട് എന്താ സാധനങ്ങൾ തീരുക? സാധനങ്ങളല്ല കുട്ടിയെ, മീറ്റിംഗ് ഉണ്ട്. അത് തീരുമ്പോ വീണ്ടും അടുത്ത മീറ്റിങ്ങിന് വിളിക്കും. ഒരു കാര്യം പറയാനാണ്. വരുന്നു. എന്താണ്? എന്താ അത്ര വലിയ രഹസ്യം? അതെന്തായാലും പറയുമല്ലോ. ആര് പറയൂല്ലോ? ആരെങ്കിലും ഒക്കെ പറഞ്ഞറിയല്ലോ. നിനക്ക് എന്താടി? ഒന്നുമില്ല. ഒന്നുമില്ലാത്തതാ നിന്റെ പ്രശ്നം. ഇവിടെ വെറുതെ ഇരുന്നേ ഭ്രാന്തായിണ്ട്. ഒരു കാര്യം ചെയ്യ്, ഓൺലൈനിൽ പഠിക്കാൻ ചേർന്നോ? പുസ്തകമൊക്കെ ഞാൻ തരാം. എനിക്കൊന്നും പറ്റൂല. എന്നെ പറ്റില്ല. എന്നാ വാ, വേപ്പില ഒട്ടിക്കാൻ പോവാം. വാ. അത് ഞാൻ വരാം. വാ അങ്ങോട്ട്. എന്താണ്? എന്താ കാര്യം? വിളിച്ചോണ്ട് വന്നിട്ട് ആകെ. അതെ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോവാണ്. എന്താ? അത് സംയമനത്തോടു കൂടി കേൾക്കണം. നീ കാര്യം എന്താന്ന് പറയാൻ എന്താ വെറുതെ മുഖവരില്ലാണ്ട്? അതായത് ദേവികയുടെ അവിടുത്തെ വീട് അതിപ്പോൾ അവിടെ ഒഴിഞ്ഞു കൊടുക്കണം അവർക്ക്. അവളുടെ കൊച്ചച്ഛൻ്റെ മകനും മരുമകളൊക്കെ അവിടേക്ക് താമസം മാറ്റാൻ പോവുകയാണ്. അപ്പോൾ അമ്മ കുഞ്ഞമ്മയുടെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അല്ല, അത് പോക്കോട്ടെ, പക്ഷെ ഇവളും കുട്ടികൾക്കും ഇപ്പോൾ പോകാൻ വേറെ വഴിയില്ല. അവർക്ക് അങ്ങോട്ട് പോകാനോ? അവർക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ലേ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ അവളെയും കുട്ടികളെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നാലോ എന്നാ. എന്താ നീ പറയണേ? അവളെയും കുട്ടികളെയും ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നാലോന്ന്. എന്തിനു കുഴപ്പം? എന്താ നിനക്ക് തലയ്ക്ക് സുഖല്ലേ? ഇവിടെ കത്തിച്ചാമ്പലാവും. എന്റെ പങ്കാമ ഇല്ലെങ്കിൽ ഞങ്ങൾ കത്തിച്ചാമ്പലാവൂലേ? ആയിക്കോട്ടെ, എന്നാ പിന്നെ അതാ നല്ലത്. ഇവിടെ എല്ലാരും കൂടി ചാവണ്ടല്ലോ. ആയിക്കോട്ടെ, അത് എന്ത് വർത്താനം നിങ്ങൾ പറയണത്? പിന്നെ അല്ലാണ്ട്. അതെ, ഞാൻ ഒരു കാര്യം പറയാം. നീ ഈ ജാതി തീരുമാനം എടുക്കാൻ പോണിച്ച് മുമ്പ് പറയണം കേട്ടോ. ഞാൻ ഇവിടുന്ന് പോവും. എന്നാ നിങ്ങൾ ഒക്കോ. എന്ത് ഒക്കോന്ന്? അല്ലാതെ പിന്നെ അങ്ങനെ ആയില്ല. അതെന്താ നീ? അല്ലാതെ പിന്നെ ഞാൻ എന്ത് പറയും? എന്റെ ഭാര്യയും കുട്ടികളും അല്ലേ, നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. ഞാൻ ഇപ്പൊ എന്താ ചെയ്യണ്ടേ? നിങ്ങൾ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ എന്റെ കൂടെ നിൽക്കുക. അതന്നെ. പറ്റില്ല. അതെന്താ പറ്റില്ല? പറ്റില്ല തന്നെ. അതെന്താ പറ്റില്ല അത് പറ. അതെ, ആ അമ്പിളി ഓരോ തോന്നിയാസം കാട്ടുമ്പോഴും ഞാൻ സഹിച്ചത് എന്താ വെച്ചോ, നീ എന്റെ കൂടെ ഉണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിലാ. അന്ന് നീയാ ഈ ജാതി വർത്താനം പറഞ്ഞിട്ടോ? എന്റെ പങ്കാമ, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. എന്തിനാ ഈ ജാതി ആൾക്കാർ എന്റെ കൂടെ? എന്തിനാന്ന് ചോദിച്ചാ പിന്നെ എന്തു പറയും? അതെ, ഇനി എനിക്ക് പറ്റില്ല. ഈ നിങ്ങളുടെയൊക്കെ ഈ തോന്നിയാസത്തിന് വേണ്ടിയിട്ട് എന്റെ പെങ്ങളെയും അളിയനെയും പറ്റിക്കാൻ എനിക്ക് പറ്റില്ല. അത് മനസ്സിലാക്കിക്കോ. മനുഷ്യരാണ്, തെറ്റുപറ്റും. അത് പറ്റിയിട്ടുമുണ്ട്. ഇനിയിപ്പോൾ അത് മാറ്റാനൊന്നും പറ്റില്ല. ഓരോരോ കാര്യങ്ങൾ അങ്ങോട്ട് കാട്ടിക്കൂട്ടിയിട്ട് പിന്നെ തെറ്റ് പറ്റിയെന്ന് ആർക്കും പറയാം. അതേന്ന്, അത് പറ്റിപ്പോയില്ലേ. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ആലോചിക്കുക. ഞാൻ അവസാനമായിട്ടൊരു കാര്യം പറയാം. ഞാൻ എൻ്റെ ഭാര്യയും കുട്ടികളും ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. നിങ്ങളിവിടെ വേണം, എൻ്റെ കൂടെ ഉണ്ടാവണം. അതല്ലെങ്കിൽ
4 ശവത്തിന് നിങ്ങൾ സമാനം പറയേണ്ടി വരും. ആരെ? എൻ്റെ ഭാര്യയുടെ 2 കുട്ടികളുടെയും. അതിലേത് വേണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചോ കേട്ടാ. അപ്പൊ ശരി. ഈശ്വരാ, എന്റെ തല പൊട്ടി തീർക്കാനല്ലേ. ഹലോ. ആ, എൻ്റെ റഹീമ, നീ ഇന്ന് പറയണ ഒരു സാഹിത്യം കേൾക്കാൻ പറ്റില്ല ത്രാണി എനിക്കില്ല. നീ നാളെ വിളിക്കുന്ന നീ എൻ്റെ തല പെരുത്തിട്ടിരിക്കുക. ആ, പിന്നെ പറയാം. പങ്കിയാവാ. എന്ത് വിളിക്കണ നീ? ഞാൻ ഒരു ഐഡിയ പറയട്ടെ. ഇനി വേറെ ഐഡിയ ആയിട്ട് വന്നിരിക്കാ നീ? അങ്ങനെയല്ലാന്ന്. ഒറ്റയടിക്ക് അവളെയും കുട്ടികളെയും വിളിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആകെ പ്രശ്നമാവില്ലേ, പൊട്ടിത്തെറിയാവില്ലേ? അല്ലെങ്കിലും പൊട്ടിത്തെറിയാവും. അതിങ്ങനെ അല്ലെങ്കിൽ പൊട്ടിത്തെറിയാവണം, അല്ലെങ്കിൽ പൊട്ടിത്തെറിയൊന്നും ആവില്ല. അതെ, പറയട്ടെ. പറയേ, എന്താ കാര്യം? അതായത് അവൾ എൻ്റെ ഓഫീസിൽ പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ഇനി വേറെ ആളുണ്ടാ? ഇനി വേറെ ആളല്ല, ദേവിക. അവൾ ഓഫീസിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് പുതുതായിട്ട്. അവൾക്ക് 2 കുട്ടികളുണ്ട്, ഭർത്താവില്ല. പറ്റിയ സൗകര്യത്തിനുള്ള വീട് കിട്ടാത്തത് കൊണ്ട് തൽക്കാലം ഇവിടെ താമസിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കുഴപ്പം? അപ്പൊ തൽക്കാലം നീ ഇവിടെ ഭർത്താവായിട്ട് നിൽക്കണോ? നിങ്ങൾ ഈ തറുതല പറയാതെ ഈ കാര്യങ്ങൾ ആലോചിക്കുന്നത്. അല്ല, അങ്ങനെ ചെയ്തെന്താ പ്രശ്നം? പ്രശ്നം എന്തൊക്കെ നീ പറഞ്ഞുണ്ടാക്കണേ? എൻ്റെ പങ്കിയമ്മ, കുറച്ച് ദിവസം ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ ഇതൊരു വിഷയാവാതെ വരും. എത്ര ദിവസത്തേക്ക്? എത്രച്ചാ പോണിടത്തോളം പോട്ടെ. അപ്പം നമുക്കത് അവതരിപ്പിച്ചൂടെ? മറ്റത് ഒറ്റയടിക്ക് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആകെ അലമ്പാവും. അതിലേക്ക് നല്ലത് ഇതാണ്. അതൊരു നല്ല വഴിയാണ്. ഇതെൻ്റെ ഐഡിയ അല്ല, നിങ്ങളുടെ ഐഡിയ ആയിട്ട് പറയണം. ഓ ഓ അത് ശരി. ഓ, അതായത് ഈ ജാതി കുരുത്തക്കേടുകളൊക്കെ എൻ്റെ ഐഡിയ ആയിട്ട് ഞാൻ പറയും വേണം ഇവിടെ, അല്ലേ? എടാ, നിങ്ങളുടെ ഈ ജാതി പരിപാടിക്ക് എന്തിനാ എൻ്റെ നേരെ വരണേ? ഞാനൊരു സാധു ഇതിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങനെയും ജീവിച്ച് അങ്ങോട്ട് പോയിക്കോളൂ. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ആളുകളുടെ കാര്യത്തിൽ ഇടപെടാൻ പറ്റില്ലല്ലോ. ഞങ്ങളുടെ കാര്യത്തിലല്ലേ നിങ്ങൾ ഇടപെടേണ്ടത്. നിങ്ങൾ ഞങ്ങളുടെ അമ്മാവനല്ലേ, പിന്നെ വേറെ ആരോട് പറയും ഞങ്ങൾ ഈ കാര്യങ്ങൾ? അപ്പൊ ഇത് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് എന്നെ ഇടപെടുത്തിക്കൂടെ? ഈ ജാതി കാര്യങ്ങൾക്കാ എന്നെ കൊണ്ടുവരുന്നത്. എന്താ ഈ പറയണത്? ഇതിപ്പോ എന്തത്ര മോശപ്പെട്ട കാര്യമാണോ? ഏറ്റവും മോശമില്ല. എന്റെ തന്തി തള്ളി അറിയാണ്ട് വേറെ എവിടെയെങ്കിലും പോയിട്ട് പെണ്ണ് കെട്ടുക, എന്നിട്ട് അവറ്റ അറിയാണ്ട് എന്നെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുക, എന്നിട്ട് അതിന് കൂട്ട് നിൽക്കാൻ സ്വന്തം അമ്മാവിനെയും വിളിക്കുക. ഒരു കുഴപ്പമില്ല, നല്ല കാര്യങ്ങളാണ് നിങ്ങളൊക്കെ ചെയ്യണത്. പങ്കിയാമ്മ, നിങ്ങൾ നല്ല സാമൂഹ്യ ബോധമുള്ള പൊതുപ്രവർത്തകനാണെന്നാണ് എൻ്റെ ധാരണ. ദേവിക എൻ്റെ ഭാര്യയാണെന്നുള്ള കേസ് നിങ്ങൾ വിട്, അത് ഒഴിവാക്ക്. ഒരു സാധു സ്ത്രീ, ദേ ഇത്ര പോന്ന 2 പൊടി കുഞ്ഞുങ്ങൾ, ഭർത്താവില്ല, വീടില്ല, കയറി കിടക്കാനൊരു സ്ഥലമില്ല. ഇങ്ങനത്തെ ഒരു സാധു സ്ത്രീ നിങ്ങളുടെ അടുത്ത് വന്നിട്ടൊരു സഹായം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് ചെയ്തു കൊടുക്കുകയോ ചെയ്തു കൊടുക്കില്ലേ? അത് ചെയ്തു കൊടുക്കുന്ന നല്ല ധാർമ്മിക ബോധമുള്ള പൊതുപ്രവർത്തകനാണ് എൻ്റെ പങ്കിയാമൻ. എന്താ അങ്ങനെയല്ലേ? അങ്ങനെയാണ്. അതെ, ഇന്ന് രാത്രി ഞാൻ ന്യൂട്രൽ ഈ കാര്യം ഇവിടെ അവതരിപ്പിക്കും. അപ്പം എൻ്റെ കൂടെ നിന്നോളണം കേട്ടാ. ഒന്നും ഉഷാറായിട്ടിരിക്കേണ്ട പങ്കിയമ്മ. ഇത് ഈ കടുന്നൽ കുത്തിയ മോന്തയായിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അമ്മ ചോദിക്കുക എന്താന്ന്. നിങ്ങളാ കാര്യം വിളിച്ചു പറയും കേട്ടാ. ഉഷാറായിട്ടിരിക്കും. ഞാൻ ഒന്നുകൂടെ പോയിട്ട് പ്ലാൻ ചെയ്യട്ടെ ഇത് എങ്ങനെ വർക്കൗട്ട് ചെയ്യണമെന്ന് കേട്ടാ. കുരുത്തം കെട്ട റഹീമേ, വാനരാ, നിന്നോട് ഞാൻ പറഞ്ഞില്ല എന്നെ ഒന്ന് വിളിക്കരുതെന്ന്. പലതവണ പറഞ്ഞില്ലടാ ഞാൻ. എന്നെ നല്ല നീ ആരെങ്കിലും വിളിച്ചു കേട്ട കാലിന്റെ കൊട്ടി ഞാൻ തല്ലി മുറിക്കണം. വെക്കടാ അല്ല, പിന്നെ മനുഷ്യന് സഹിക്കണതിന് ഒരു പരിധിയില്ലേ? അയ്യോ അയ്യോ, അനന്താ.
അമ്മ കഞ്ഞിട അമ്മേ. എല്ലാരും വരട്ടെ പുണ്യേ. എല്ലാരും വരട്ടെ. എത്ര നേരം എല്ലാരും വിളിക്കണേ? വന്നിരുന്നവർക്ക് കൊടുത്തൂടെ? അച്ഛനെ ഷുഗറിന് ഗുളിക കഴിക്കാനുള്ളല്ലേ? കഞ്ഞി കഴിച്ചേച്ചി കഴിക്കണ പോലെ. ആ അവന് കൊടുക്ക് ചേച്ചി. എന്നാല് ഇതാ കൊണ്ടുവരുന്നു. അവൻ പെട്ടെന്ന് ഒടിച്ചു പറയാം, അവന് വിശപ്പ് കാണും. ഞങ്ങളോട് ഉച്ചക്കൊക്കെ എന്തൊരു ചൂടാ. ആ നല്ല ചൂടുണ്ടായിരുന്നു. ഭയങ്കര ക്ഷീണം. അതിൻ്റെ കൂടെ ഒരു കൊരയും കൂടെ, ചമ. അതെയാ? എന്താ ഈ വേർപ്പിറങ്ങിയാലേ നീര് കിട്ടിയിട്ടുണ്ടാവും. അവനോട് എന്നാ മോനെ എന്നും കഞ്ഞിയും പേറുക. നമുക്കൊരു കോഴിമുട്ട മേടിച്ചൂടെ? നാളെ തരാട്ടാ. ഷാഹിനെ എന്തിയാടാ? അവൾക്കൊരു ചെറിയ തലവേദന പോലെ ഇത്തിരി കിടന്നിട്ട് വന്ന് കഴിച്ചോളാന്ന് പറഞ്ഞു. ഗുളിക എന്തെങ്കിലും കൊടുത്തോ? അത്രയും കുഴപ്പമില്ല, കുറച്ചു നേരം കിടന്നു കഴിഞ്ഞിട്ട് വന്ന് കഴിച്ചോളാന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചതാണ്. കഴിച്ചിട്ട് കിടന്നാൽ മതിയായിരുന്നു. ആ സാരല്ല, വന്നോളൂ. ആനന്ദനെ എവിടാ? ഞാൻ കണ്ടില്ല. ആനന്ദേട്ടാ, ആനന്ദേട്ടാ. ഇത് വാടക വീടൊക്കെ പുറത്ത് നോക്കണം, അല്ലാതെ എല്ലാം കൂടെ എൻ്റെ തലക്കിട്ട് എങ്ങനെ ശരിയാവും? ഇവിടെ അതിനുള്ള സൗകര്യം ഇല്ലല്ലോ. വീടൊക്കെ പുറമേ നോക്കുക. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ 2 കുട്ടികളും പിന്നെ അവരും മാത്രമല്ലേ ഉള്ളൂ. അതാണ് പ്രോബ്ലം. അതിന് സൗകര്യത്തിലുള്ള ഒരു വീട് കിട്ടാനാണ് പ്രശ്നം. ഇല്ല, ഇവിടെ നടക്കില്ല. ഇവിടെ എന്താ വെച്ചാൽ ഞാനുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ ഞങ്ങൾ സഹോദരങ്ങൾ 2-3 പേര്, ഇളയ അനിയൻ്റെ ഭാര്യയുണ്ട്, പിന്നെ ഞങ്ങളുടെ അമ്മാവനുണ്ട്. എല്ലാവർക്കും കൂടെ ഇവിടെ ഞങ്ങൾ എല്ലാവർക്കും കൂടെ തന്നെ ഇവിടെ സൗകര്യമില്ല. പിന്നെ എങ്ങനെയാണ്? ഇല്ലില്ല, നോക്ക് വേറെ ഏതെങ്കിലും നോക്കാം, അതാ നന്നാവുക. ഇത് ഞാൻ അവിടുന്നേ പറഞ്ഞതാണല്ലോ, പിന്നെ എന്തിനാ വീണ്ടും വിളിച്ച് ചോദിക്കേണ്ടത്? ശരി, ഓക്കെ. എന്തോടി 24 മണിക്കൂർ അവൻ്റെ ചെവി പോണാ. ഇക്കണക്കിന് പോയാലേ അവൻ്റെ തലയ്ക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടാവും. ആരടാണെന്താ? ഒന്നും പറയണ്ട. എന്നാ പറയണ്ട. അല്ല, അങ്ങനെയല്ല അച്ഛാ. ഞങ്ങളുടെ ഓഫീസിലേ ഒരു പുതിയ സ്ത്രീ ട്രാൻസ്ഫർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അവർക്കൊരു വാടകയ്ക്ക് വീട് അന്വേഷിക്കുകയാണ് ഇപ്പൊ ബാക്കി എല്ലാരും കൂടെ കൂടിയിട്ട്. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാല് ഇവർക്ക് ഹസ്ബൻഡ് ഇല്ല. അത് ശരി. ചെറിയ 2 കുട്ടികളുണ്ട്. അപ്പോ അതിന് തഞ്ചത്തിലൊരു വീട് കിട്ടണ്ടേ. പിന്നെ ഒറ്റയ്ക്ക് ഇവര് താമസിക്കുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആരും വീടും കൊടുക്കൂല. ഇല്ല. അപ്പൊ ഓഫീസിൽ തന്നെയുള്ള ആരൊക്കെയോ പറഞ്ഞു, ആനന്ദ സാറിന്റെ വീട് വലിയ വീടാണ്, അതിനകത്ത് 2-3 റൂമുകളൊക്കെ അവിടെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പൊ അനന്ത സാറിന്റെ വീട്ടിൽ തൽക്കാലം താമസിപ്പിക്കുകയാണെങ്കിൽ ഒരു വാടക വീട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അങ്ങോട്ട് മാറാലോ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഞാനത് ആദ്യമേ അങ്ങ് എതിർത്തു. ആ പരിപാടിയെ നടക്കില്ല. കാരണം നമുക്കിപ്പോ ഇവിടെ ഒരാളെ കൊണ്ടുവന്ന് താമസിപ്പിക്കാന്നൊക്കെ പറഞ്ഞാൽ വലിയ പാടാ അത്. അതെ, അങ്ങനെ പറഞ്ഞു. അവിടെ സ്ഥലം എവിടെയാടാ? സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചില്ല അച്ഛാ. ഇവിടെ കുട്ടികളൊക്കെ തിരിച്ചെറുതോ? തീരെ ചെറുതാന്നൊക്കെ പറഞ്ഞു. ഇതിപ്പോ ഓഫീസിലുള്ളവര് പറയാണല്ലേ നമ്മുടെ സൗകര്യമുള്ളൊരു വീടാണെന്ന്. അതേന്നെ, ആരോ പറഞ്ഞാണ്. ഞാൻ അങ്ങോട്ട് പറഞ്ഞു. അറിയണവരുണ്ടാവും. ഇത് കാലം കുറെ ആയിട്ടുള്ളൊരു തറവാടാണ്. ഇവിടെ അത്യാവശ്യം സൗകര്യമുള്ള ആൾക്കാർക്ക് അറിയുകയും ചെയ്യാം. അതെ. അപ്പൊ ആ നിലയ്ക്ക് നിന്റെ കൂടെ വർക്ക് ചെയ്യണ ഒരാൾക്ക് അങ്ങനെ ഒരു സൗകര്യം വേണമെന്ന് ചോദിച്ചപ്പോ ഒറ്റയടിക്ക് നീ അങ്ങോട്ട് വേണ്ടാന്ന് പറയണ്ടായിരുന്നില്ല. അവിടെ അച്ഛനും അമ്മയുണ്ടല്ലോ, അവരോടൊന്ന് ചോദിച്ചിട്ട് പറയാറുണ്ട് നിനക്ക്. അതൊന്നും നടക്കില്ല. എന്തിനാ ഈ വെറുതെ ആവശ്യമില്ലാത്ത മാരണങ്ങളൊക്കെ കേൾക്കാൻ നിൽക്കണേ? ആവശ്യമില്ലാത്ത മാറണമെന്നല്ലല്ലോ ഇപ്പൊ ഇത്. നിന്റെ കൂടെ ഉള്ള ഒരാളല്ലേ. എവിടെയെങ്കിലും പോയിട്ട് അവര് വാടകയ്ക്ക് താമസിച്ചോട്ടെ, നമ്മളെന്തിനാ അത് വലിച്ചു കിട്ടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ നിൽക്കണ്? ഇതിന്റെ ഇടയിൽ കൂടെ അത് ശരിയാവില്ലാന്ന്. ഇനി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വെറുതെ സംസാരിക്കണം. ഞാൻ അതുകൊണ്ടല്ല പറഞ്ഞത്. പിന്നെന്താണ്? ഇപ്പൊ നിന്റെ കൂടെ വർക്ക് ചെയ്യണ ഒരാളല്ലേ അത്? അല്ലേ? അപ്പോ അളിയൻ നാടക സമിതിയിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് അളിയന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന എത്ര ആൾക്കാർ യാത്രക്കിടെ ഇവിടെ വന്ന് താമസിച്ചു പോയിക്കണു? ഇല്ല? നേരാ, ഒരു 10-17 നാടകക്കാർ ഇവിടെ താമസിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ സൗകര്യമുള്ള ഒരു വീടാന്ന് അറിയണ ആൾക്കാർ പലരും ഉണ്ട്. വേണ്ട, പഴയ കാലല്ല അമ്മേ, അത് പഴയ കാലത്ത് താമസിച്ചത്. ഇതിപ്പോ അതുപോലെയാണോ? അപ്പോ എന്നാലും 2 ചെറിയ കുട്ടികളായിട്ട് ആ പെണ്ണ് ഒറ്റയ്ക്കല്ലേടാ. എന്താ ഈ അമ്മക്ക് നമ്മുടെ ആവശ്യത്തിന്? ആനന്ദേട്ടാ, കുട്ടികളൊക്കെ വീട്ടിൽ വരുമ്പോ ഒരു രസം ഉണ്ടാവും. വലിയൊരു കാര്യം പറഞ്ഞതിന്റെ ഇടയിൽ പിന്നെ ഇത് കേറിയിട്ട് അഭിപ്രായം പറയണതിന് അല്ല, ഞാൻ പറയണെന്താന്നറിയോ? എന്താ എന്റെ പങ്ക്യാമ്മ, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഈ പരിപാടി ശരിയാവില്ല. ഇവിടെ ഈ അമ്മാവന് ഇത് എന്തിന്റെ കേടാണ്? അനന്തേരന് ഇൻട്രസ്റ്റ് ഇല്ല, വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ നമുക്കെടുത്ത് തൂങ്ങണ? ഇനി ആ വിഷയം സംസാരിക്കണ്ട. വേണ്ടെങ്കിൽ വേണ്ട, മിണ്ടായിരിക്കും എല്ലാവരും.
നന്നായി കഞ്ഞിയും കുടിപ്പിക്കൂല വെറുതെ ആവശ്യമില്ലാത്ത കഴിഞ്ഞിരുന്ന് തർക്കമാണ്. അല്ല ഇനിയിപ്പോ എൻ്റെ ഒരു അഭിപ്രായത്തിനനുസരിച്ച് ഇങ്ങനെ തീരുമാനിക്കണ്ട. എല്ലാവർക്കും എന്താ തോന്നുന്നത് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. വേണ്ടെന്ന് ഇനി ഈ കാര്യത്തിൽ ഇവിടെ ഒരു തീരുമാനമില്ല. ഇനി അവർക്ക് വേണമെങ്കിൽ തന്നെ 3-4 വാടക വീട് മനോഹരന്റെ കെയർ ഓഫിൽ കിടപ്പുണ്ട്. ഏതെങ്കിലും പറഞ്ഞാൽ നല്ലത് നോക്കിയിട്ട് എടുക്കട്ടെ. അനന്തേട്ടാ, ആ സൊസൈറ്റിന്റെ അടുത്തേ ഒരു വീടിന്റെ ഗേറ്റിന്റെ മേലെ ബോർഡ് വെച്ചിട്ടുണ്ട്, വീട് വാടകയ്ക്ക്. ഒന്നും മിണ്ടാണ്ടിരിക്കേണ്ട അപ്പുണ്ണി ഇവിടെ വേറെ കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കണം എൻ്റെ ഇടയിൽ. പിന്നെ ഇപ്പൊ എങ്ങനെ നീ പോയി കണ്ടവിടെ? അത് വേണേ ചോദിക്കാലോ, വാടക കൊടുക്കാനുള്ള വീടല്ലേ? അതേ, ഇതിപ്പോ നിങ്ങൾ സൗകര്യത്തിനെ കുറിച്ചല്ലേ പറയണേ? ഞാൻ അതല്ല പറയണത്. നമ്മുടെ തറവാട്ടിൽ ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ സൗകര്യം കൊടുക്കാണ്ടായാൽ അതിന്റെ നാണക്കേട് ഈ തറവാടിനല്ലേ എന്നാ ഞാൻ പറയണത്. അതെ അല്ലേ ചേച്ചി? അത് ശരിയാട്ടാ, അത് പങ്കി പറഞ്ഞ വളരെ നീ പറഞ്ഞത് ശരിയാടാ. 2 ചെറിയ കുട്ടികളും ഒരു അമ്മയല്ലേ, നീ അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോന്നോ? അവരിവിടെ നിന്നോട്ടെ. എന്തിന്? അല്ലെങ്കിൽ നാണക്കേടാണ്. അതന്നെ, നീ ഇനി എതിർപ്പില്ല. ചേച്ചി പറഞ്ഞ അംഗീകരിക്ക, നീ കൂട്ടി കൊണ്ടുപോവാ. അമ്പിളി ഇങ്ങോട്ട് വന്നോട്ടെ, കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോ രസമായിരിക്കില്ല അമ്മ വീട്ടില്. അതെ, ഇനി ഇതിൽ വർത്താനം ഇല്ല കേട്ടാ. എന്താ അച്ഛാ, ഒരു വാടക വീട് കിട്ടുമ്പം അവരങ്ങ് പൊക്കോളൂടാ, നീ പോയി വിളിച്ചോണ്ട് പോവാ. അതെ, ഫിക്സ് കഴിഞ്ഞു. നീ കഞ്ഞി കൊണ്ടൊരു കുടിച്ചോളാം. എന്നാ പിന്നെ എല്ലാവരുടെയും തീരുമാനം അങ്ങനെയാണെങ്കിലേ അങ്ങനെ ആവട്ടെ. എല്ലാം വിളിയേ അപ്പണിയാ. ഓ, നീ ഇപ്പൊ സമ്മതം എടുക്കുക. അല്ലല്ല, അതങ്ങനെയല്ല. നമ്മൾ കോഴിക്കറി വെക്കുമ്പോഴേ നമ്മൾ മുളകൊക്കെ അരച്ച് അത് തേച്ച് പിടിപ്പിക്കണം അതിൽ. പിന്നെ അതിൽ കുറച്ചൊരു നാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ അടിപൊളിയായിട്ട് ചേർക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. എന്നാൽ പിന്നെ 2 കോഴി ഇങ്ങോട്ട് കൊണ്ടുവരാ. ബീഫ് വേണ്ട, ഞാൻ പറഞ്ഞല്ലേ, കോഴി മതി. ശരി, നമുക്ക് നോക്കാം. ഓക്കെ. നിന്റെ തലവേദന മാറിയാ? നീ തലവേദന എടുക്കണം പറഞ്ഞല്ലേ ഭക്ഷണം കഴിക്കാൻ വരാതിരുന്നത്? തലവേദന അത് മാറി. മാറും എനിക്കറിയാം. സത്യം പറയടി, നീ ആ പാത്രം കഴുകി വെക്കാതിരിക്കാൻ വേണ്ടി നമ്പർ അടിച്ചല്ലേ തലവേദനയെന്ന്? എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എല്ലാം ഉണ്ടല്ലേ കയ്യില്? അതെ, ആരോടാണ് ഫോണിൽ എന്തോ കോഴിയുടെ കാര്യമൊക്കെ പറഞ്ഞത്? അത് വാപ്പയായിരുന്നു. അത് ശരി, എന്താണ്? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ ബീഫ് കൊണ്ടുവന്നില്ലേ, അതമ്മക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ, കഴിച്ചില്ലല്ലോ. അപ്പൊ കോഴി കൊണ്ടുവരട്ടെ എന്ന് ചോദിക്കായിരുന്നു. ജീവനോടെ ഡ്രസ് ചെയ്തത്. അത് 2-3 കൊണ്ടെന്നോളാൻ പറ. നീ എന്തിനാ തടസ്സം പറയണ? നമുക്ക് കഴിക്കാല്ല. അഞ്ഞടാ, തൽക്കാലം 2 മതിട്ടാ. എടി, അടുത്ത ദിവസം തൊട്ട് ഇവിടെ ഒരു കുടുംബം കൂടി താമസിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും കൂടി തികയൂല. കുടുംബോ? ആരാണെന്ന് അറിയാൻ പറ്റില്ല. അനന്തേട്ടന്റെ ഓഫീസിൽ ട്രാൻസ്ഫർ ആയിട്ട് വന്നാണ് പുതിയത്. അതേതാ? ഒരമ്മയും 2 മക്കളും. മക്കളോ? ഭർത്താവില്ല. അപ്പൊ ഇവിടെ അന്വേഷിച്ചിട്ടൊന്നും ഒരു വീട് നല്ലത് ഒത്തു കിട്ടിയില്ല. അപ്പൊ ഇവിടെ കുറെ റൂമുണ്ടല്ലോ, തൽക്കാലം ഒന്ന് ഇവിടെ അനന്തൻ സാറിന്റെ വീട്ടിൽ നിർത്തുമെന്ന് ഓഫീസിൽ എല്ലാവരും ചോദിച്ചു. അപ്പൊ അനന്തേട്ടന് താല്പര്യമൊന്നുമില്ല. പിന്നെ അമ്മയും അച്ഛനും ഒക്കെ സമ്മതിപ്പിച്ചപ്പോ കൊണ്ടുവന്ന് നിർത്ത്, ഒരു വീട് കിട്ടുന്നവരെ ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നു അനന്തേട്ടൻ വിളിച്ചോണ്ട് വരുമെന്നാണ്. ചെറിയ മക്കളാ? ചെറിയ മക്കള്, 2 ചെറിയ മക്കളും ഒരു അമ്മയും. ഹായ്, നല്ല രസമായിരിക്കും എല്ലാവരും ഇവിടെ വന്നാ. എന്ത് രസം! എനിക്കവരെ കളിപ്പിച്ചോണ്ടിരിക്കാലോ. നീ എന്തിനാ കണ്ണീ കണ്ടവരുടെ മക്കളെ കളിപ്പിച്ച് രസിക്കണത്? നമ്മുടെ മക്കളെ കളിപ്പിച്ച് നിനക്ക് സന്തോഷിച്ചൂടെ? എന്തേ? മോൻ ആദ്യം കേബിൾ ഓഫീസിൽ പോയിട്ടേ 4 ക്യാഷ് ഉണ്ടാക്കാൻ നോക്ക്, എന്നിട്ട് നമുക്ക് നമ്മുടെ പിള്ളേരെ കളിപ്പിക്കാട്ടാ. അത് ശരി, അപ്പൊ കാശ് കണ്ടിട്ടാണ് നീ എന്നെ സ്നേഹിച്ചത്? ജീവിക്കണ്ടേ? അതൊക്കെ ഇങ്ങനെ നടന്നോളും. വായേറിയ ദൈവം എരയും കൊടുക്കും. അങ്ങനെ നടക്കണ്ടാട്ടാ. ദൈവം തരും, നമ്മ വാങ്ങുമത്രേ ഉള്ളൂ. കേട്ടിടത്തോളം വലിയ കുഴപ്പമില്ലാത്ത കൂട്ടണം തോന്നുന്നുണ്ട് കേട്ടോ. അമ്പിളിയൊക്കെ സൂചിപ്പിച്ചായിരുന്നു. ആനന്ദനെ ഒരു പൊട്ടിക്ക് സമ്മതിക്കണ്ടായിരുന്നില്ല. ഭർത്താവില്ലാത്തൊരു പെൺകുട്ടിയല്ലേ, 2 ചെറിയ കുട്ടികളും കൊണ്ട് ഇവിടെ എത്ര മുറി ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട്. അതിലിപ്പോ ഒരു മുറി കൊടുക്കണോണ്ട് നമുക്കിപ്പോ എന്താ? അല്ല, നിനക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ?
എനിക്കെന്തിനാ വിരോധം? എനിക്കൊരു കൂട്ടാവല്ലോ. അപ്പൊ ഞാൻ നിനക്ക് കൂട്ടല്ലേ? അതല്ല അമ്മേ, ആ. പിള്ളേരൊക്കെ ആവുമ്പോ ഇവിടെ നല്ല രസമായിരിക്കൂലേ. അത് ശരിയാട്ടാ. പിള്ളേരുടെ ഒരു അനക്കം വന്നു കഴിഞ്ഞാലേ വീടിനും ഒരു ഐശ്വര്യ അല്ലേ? നീയേ സമയം പോലെ ഒരു കാര്യം ചെയ്യണം. ആ കുമാരീനെയും വിളിച്ചോ. എന്താന്നറിയോ, ആ മുറി ഒന്ന് വൃത്തിയാക്കണം. എന്താ വൃത്തിക്കുറവ്? അടഞ്ഞു കിടക്കല്ലേ, മാറാലൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ ഒന്ന് നല്ലപോലെ വൃത്തിയായിട്ട് അടിച്ച് വൃത്തിയാക്കിയിട്ടാലേ അവര് വന്ന് കാണുമ്പോ ഒരു ഐശ്വര്യം വേണ്ട മോളെ.